Morning. Morning. Good morning. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ്, ടീം മെറിറ്റ്സ് ഇതൊക്കെയായിരുന്നു അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ടീം മെറിറ്റ്സ് എന്ന് പറയുന്നത്? എന്തൊക്കെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? പറയാൻ പറ്റുമോ എന്തെങ്കിലും പോയിന്റ്സ്? Team merits of external sources. ചെയ്യാരും എന്തൊക്കെയായിരുന്നു ടീം മെറിറ്റ്സ് ആയിട്ട് വരുന്നത്? എക്സ്പെൻസീവ്, വെരി ഗുഡ്, എക്സ്പെൻസീവ്, അതുപോലെ ടൈം കൺസ്യൂമിങ്, അതുപോലെ ഡീമോട്ടിവേറ്റിംഗ്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അല്ലെ, അൺസർട്ടനിറ്റി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മെറിറ്റ്സ്, ടീം മെറിറ്റ്സുകളാണ് എന്തിലുള്ളത്? എക്സ്റ്റേണൽ സോഴ്സസിലുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്, ഏതൊക്കെ പോയിന്റ്സ് ആണെന്നുള്ളതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. To determine present and future requirements. ഫസ്റ്റ് പോയിന്റ് എന്താണ്? Determines present and future requirements. It involves identifying and preparing potential job applicants for higher job position. It is significant for every organization to find out the existing and future needs of the organization as per the human resources planning and the job evaluation task. ഇവിടെ പറയുന്നത് എന്താണ്? പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് ഇപ്പോഴത്തെ അല്ലെ, ഇപ്പോ പ്രസന്റ് നമ്മൾ പറയാറുണ്ട് അല്ലെ, പ്രസന്റ്ലി നടത്തുന്ന കാര്യങ്ങൾ എപ്പോഴുള്ളതും, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഭാവിയിലുമുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച്. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യകതകൾ. ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോഴും അതുപോലെ തന്നെ ഭാവിയിലേക്കുമുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. It involves identifying and preparing potential job applicants for higher job position. അല്ലെ, അവിടെ എന്താണ്? അവിടെ എന്താ ചെയ്യുന്നത്? ഇപ്പോഴുള്ള ആവശ്യകതകൾ അല്ലെ, ഓർഗനൈസേഷനിൽ ഇപ്പോഴുള്ള വേക്കൻസീസ് ഏതൊക്കെയാണ്, ഇനി ഭാവിയിലേക്ക് എന്തൊക്കെ തരത്തിലുള്ള വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോഴുള്ള ആവശ്യകതകൾക്കനുസരിച്ചും അതുപോലെ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചുമുള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കണം. It is significant for the very organization to find the existing and the future needs of the organization as per the human resource planning and the job evaluation task. ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? ഓർഗനൈസേഷന്റെ ഇപ്പോഴുള്ളതും അതുപോലെ തന്നെ ഫ്യൂച്ചറിന്റെ നീഡ്സ് ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് എന്ത് തിരഞ്ഞെടുക്കണം? ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെ, എന്തോരം ഇത്തരത്തിലുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യേണ്ടത്, എത്ര ടൈപ്പ് ഓഫ് വാക്കൻസീസ് അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ എത്ര ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെയുള്ള പ്ലാനിങ്ങുകൾ വഴി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴുള്ളതും ഫ്യൂച്ചർ നീഡ്സിനനുസരിച്ചിട്ടും റിക്രൂട്ട്മെന്റിൽ ആ പ്രക്രിയ വഴി നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താണ്? Create and increase the applicants pool. Recruitment develops the pool of talented candidates. It facilitates the selection of the most suitable candidate for the organization. It helps to gather the appropriate number of applicants for each job position at the minimum cost.
It has been observed that the work of selection to an organization raised with the increase the pool of potential candidates. ഇവിടെ പറയുന്നത് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ആ ഓർഗനൈസേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മൂല്യം എന്ത് ചെയ്യുന്നുണ്ട്, ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. കാൻഡിഡേറ്റ്സ് നല്ല രീതിയിലുള്ള ഏറ്റവും ആ പൊസിഷനിലേക്ക് അല്ലെ ഒരു ഓർഗനൈസേഷനിലെ വാക്കൻസി വരുമ്പോ ഏറ്റവും എന്താണ് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും സ്കില്ലുള്ള നോളജ് ഉള്ള ഇൻട്രസ്റ്റ് ഉള്ള ക്യാപ്പബിലിറ്റീസ് ഉള്ള ആളുകളെയാണ് നമ്മൾ ആ പൊസിഷനിലേക്ക് റിക്രൂട്ട്മെന്റ് പ്രക്രിയ വഴി തെരഞ്ഞെടുക്കുന്നത്. അപ്പോ അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോ എന്താണ് ആ ഓർഗനൈസേഷനിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതനുസരിച്ചുകൊണ്ട് ഓർഗനൈസേഷന്റെ ആ തെരഞ്ഞെടുപ്പ് റിക്രൂട്ട്മെന്റ് പ്രക്രിയയുടെ മൂല്യം ഉയർന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് അപ്ലിക്കന്റ് പൂൾ. ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കാം, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇൻ ഫാക്ട് the large group of qualified applicants indicates that there are more suitable applicants available for the vacant job position. The selection program, therefore, has an excellent possibility of recognizing only well-qualified individuals. On the other hand, if the recruitment program attracts the small number of applicants in comparison to the number of available positions, then a situation of repeating the entire recruitment process may occur. ഇവിടെ പറയുന്നത് ഓർഗനൈസേഷനിൽ ഇപ്പോ വാക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് അതിലേക്ക് തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ ഒരു കമ്പനിയിൽ 10 നമ്പർ ഓഫ് വാക്കൻസി ഉണ്ടായിരുന്നു, അതിലേക്ക് 5 ആളുകളെ നമ്മൾ ഇന്റർവ്യൂവിന് വന്നിട്ടുള്ളൂ എങ്കിൽ എങ്ങനെയാണ്, നമുക്ക് 5 ആളുകളെ നമ്മൾ ഇന്റർവ്യൂ നടത്തി, പക്ഷെ അവിടെ എന്തുണ്ട് 10 വേക്കൻസി ഉണ്ട് അല്ലെ. അപ്പോ വീണ്ടും ആളുകളെ തെരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ വേക്കൻസി അവിടെ അവൈലബിൾ ആയിരിക്കും അല്ലെ. 5 ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും, മറ്റു ബാക്കി വരുന്ന 5 വേക്കൻസിയിലോട്ട് അവരെന്താണ് വേക്കൻസി ഫില്ലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിനായിട്ട് എന്താണ് നമ്മൾ പിന്നെയും അഡ്വർടൈസ്മെന്റ് കൊടുത്ത് അതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ലാർജ് ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് applicants indicates there are most suitable applicants available in the job vacant position. The selection program therefore an excellent possibility recognizing only well qualified individuals. Selection പ്രക്രിയയിലൂടെ നമ്മൾ എങ്ങനെയാണ് ആളുകളെ എക്സലന്റ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞു എന്താണ് ഒരു കമ്പനിയിൽ 10 നമ്പർ ഓഫ് വാക്കൻസീസ് ഉണ്ടെങ്കിൽ 5 പേരെയാണ് ഇന്റർവ്യൂസ് നടത്തി ഇന്റർവ്യൂവിന് വന്നിട്ടുള്ളൂ എങ്കിൽ അവരെ നമ്മൾ സെലക്ട് ചെയ്ത് പിന്നെ എന്താണ് കമ്പനിയിൽ 5 വാക്കൻസി അവിടെ ഒഴിഞ്ഞു കിടന്നു അല്ലെ. അപ്പൊ അവരെയും നമ്മൾ അതിലേക്കും ആളുകളെ തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ തെരഞ്ഞെടുക്കണം. ഇനി എന്താണ് ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ ബൈ lowering the percentage of applicants who are either less qualified or who have the undesired KSA. Underline ചെയ്യാട്ടോ, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എക്സ്പാൻഡ് KSA ചോദിക്കാറുണ്ട്. നോളജ്, സ്കില്ല് ആൻഡ് എബിലിറ്റി എന്നാണ് അതിന്റെ എക്സ്പാൻഡ് ഫോം ആയിട്ട് വരുന്നത്. KSA for the recruiting organization. Recruitment increase the success rate of the selection process. Staff time, materials, and physical facilities are needed by these kinds of processing. If the recruitment program brings applicants who do not match the recruitment of the vacant job position, the result can be terrible. The expenses done on evaluating inappropriate candidate can go in vain. Moreover,
the extra time required for determined human resource recruitment and selection increase the organization expenses as well as. ഇവിടെ പറയുന്നത് increase the success rate of selection. ഇതിൽ പറയുന്നത് എന്താണ് സ്കില്ല് അല്ലെ KSAS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നോളജ് സ്കില്ല് എബിലിറ്റീസ് ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെ. നമ്മള് റിക്രൂട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ജോലി ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സ്കില്ലാണ് വേണ്ടത്. അത് ആ കാൻഡിഡേറ്റിനുണ്ടോ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നോളജ് ക്വാളിഫിക്കേഷൻ അല്ലെ ക്യാപ്പബിലിറ്റി ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. സെലക്ഷൻ പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിലൂടെ ഇങ്ങനെയുള്ള നോളജുകൾ നമ്മൾ നോക്കണം. അതുപോലെ സ്കിൽ ഉണ്ടോ എന്ന് നോക്കാം, എബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് സക്സസ് ആവാനായിട്ട് എന്താണ് അത് ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് സഹായിക്കുന്നത് അല്ലെ. നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ആളുകളല്ല, അല്ലെങ്കിൽ ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് സ്കില്ലുള്ള ആളുകളാണെങ്കിൽ എന്താണ് അത് ഓർഗനൈസേഷന് സക്സസിലേക്ക് പോകാനായിട്ട് ഇടവരില്ല, ലോസ് ആയിരിക്കും സംഭവിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ് സെലക്ഷൻ പ്രോസസ്സ് സഹായിക്കുന്നത്. സക്സസിന് വേണ്ടിയിട്ട് സെലക്ഷൻ പ്രോസസ് ആണ് സഹായിക്കുന്നത്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് സക്സസ് ആവുന്നത് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സിലൂടെയാണെന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യാനായിട്ട് അല്ലെ സ്റ്റാഫിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം ആവുന്നുണ്ട്. അതുപോലെ തന്നെ പല മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഫിസിക്കൽ ഫെസിലിറ്റീസും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ടൈം, മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം അല്ലെ. നമ്മളിപ്പോ ഇന്റർവ്യൂ നടത്തുമ്പോ എന്താണ് ചെയേഴ്സ് ഉണ്ടാവും, ടേബിൾസ് ഉണ്ടാവും ഇല്ലേ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അല്ലെ. പല ഫെസിലിറ്റീസും സെലക്ഷൻ പ്രക്രിയയിലൂടെ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ടൈം, അതുപോലെ പല കാര്യങ്ങളും ആവശ്യമായിട്ട് അവിടെ വരുന്നുണ്ട് ആ പ്രോസസ്സിംഗിലേക്ക്. ഇനി എന്താണ് അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ആ സെലക്ഷൻ പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ ആ സെലക്ഷൻ പ്രോസസ്സിലൂടെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് നയിക്കും അല്ലെ. ഓർഗനൈസേഷന് സക്സസ് ആകുന്നതിന് പകരം അത് ലോസിലേക്ക് നയിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ ഓരോ സെലക്ഷൻ പ്രോസസ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള ആളുകളെ അല്ലെങ്കിൽ സ്കില്ലുള്ള നോളജ് ഉള്ള ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇപ്പോ സെലക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്താൽ എന്താണ് നമ്മുടെ ടൈം അവിടെ പോകുന്നുണ്ട് അല്ലെ, ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ട്രബിള് വരുന്നുണ്ട് അല്ലെ. അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കോസ്റ്റുകൾ ആകുന്നുണ്ട് സെലക്ഷൻ പ്രോസസ്സിലൂടെയൊക്കെ. റിക്രൂട്ട്മെന്റിലൂടെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എക്സ്പെൻസസ്, ഇന്റർവ്യൂ നടത്താൻ വരുമ്പോൾ എന്താണ് എംപ്ലോയീസ് സാലറി, പലതരത്തിലുള്ള കോസ്റ്റുകൾ. അപ്പൊ ഇതൊക്കെ നമ്മളെ നഷ്ടത്തിലേക്കാണ് നയിക്കുന്നത്. സെലക്ഷൻ പ്രോസസ്സിലൂടെ കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതർവൈസ് ആണെങ്കിലോ അത് വളരെ നഷ്ടത്തിലേക്ക് അല്ലെ, പല രീതിയിലുള്ള പോസ്റ്റുകളാകും. അപ്പോ പിന്നെയും ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ഇനി എന്താണ് മീറ്റ് ദ ഓർഗനൈസേഷൻസ് ഒബ്ലിഗേഷൻസ് the objectives of recruitment is to meet the organization's legal and social obligations concerning the demographic compensation of its workers and organizations complaints with the various laws and directives of has frequently been judged by the demographic features of those recruited and selected. The demographic features of the selected candidate are directly proportional of the features of the applicant pool. If the recruitment program fails to provide a crowd pool of applicants, then it is quite apparent that the selection program will not be able to fulfill the required set of skilled persons. ഇവിടെ പറയുന്നത് മീറ്റ് ഓർഗനൈസേഷൻസ് ഒബ്ലിഗേഷൻസ്. ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒബ്ലിഗേഷൻസ് എന്താ?
ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം ഓബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? കരാറ്, നമ്മളൊരു ഉടമ്പടി അല്ലെങ്കിൽ കരാർ ഉണ്ടാക്കും അല്ലെ? ഓക്കെ, കരാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു എന്താണ്, നമ്മള് ഓർഗനൈസേഷന്റെ പോളിസിക്കും പ്രൊസീജിയറിനും അനുസരിച്ച് വേണം ആളുകളെ സെലക്ട് ചെയ്യാൻ അല്ലെ? ഒരു റിക്രൂട്ട്മെന്റ് പ്രക്രിയയിലൂടെ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയത് പോലെ, ഇപ്പൊ എംപ്ലോയർക്ക് അല്ലെ, റിക്രൂട്ടർക്ക് എന്താണ് തോന്നിയ പോലെ അയാളുടെ ഇഷ്ടമനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, ഓർഗനൈസേഷനിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് എന്തുണ്ടാവും, പല പല പ്രൊസീജിയർ ഉണ്ടാവും, പല പല പോളിസീസ്, ഗൈഡ് ലൈൻസ്, ഇവയിലൂടെ വേണം ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും മീറ്റപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷന് അടുത്തുള്ള ആളുകളെ സെലക്ട് ചെയ്യാം അല്ലെ? ഇപ്പോ നമ്മൾ എന്താ പേപ്പറിലൊക്കെ പരസ്യങ്ങൾ നമ്മൾ ആളുകളെ ആ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ആ ഓഫീസിലേക്ക് ഒക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ, എവിടെയാണ് വീട് ഇല്ലേ? ഓർഗനൈസേഷന്റെ അടുത്തുള്ള ആളുകളെ ആയിരിക്കും അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്തായിരിക്കാം? അങ്ങനെ ആർക്കെങ്കിലും എന്താ എക്സ്പീരിയൻസ് ഉണ്ടോ? ആർക്കും ഇല്ല എക്സ്പീരിയൻസ്. നമ്മളിങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോ അവര് പ്രിഫർ ചെയ്യുന്നത് എന്താണ്? അവര് പറയാറുണ്ട് എന്ത്, ഞങ്ങള് എപ്പോഴും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷന്റെ അടുത്തുള്ള അല്ലെങ്കിൽ ആ ഫേമിന്റെ അടുത്തുള്ള ആളുകളെയാണ് ജോലിക്ക് അത്യാവശ്യമായിട്ട് അവര് വിളിക്കുന്നത് അല്ലെ? യെസ്, റിയാലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് എക്സ്പീരിയൻസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, കമ്പനീസിന്റെ അടുത്തേക്ക് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ കൂടുതൽ ദൂരമുണ്ടെങ്കിൽ അവരെന്താണ് അടുത്തുള്ള ആളുകളെ, ഇപ്പൊ ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞപ്പോ പേപ്പറിലൊക്കെ ഇങ്ങനെ പരസ്യങ്ങൾ കണ്ടിട്ട് ചോദിക്കാറുണ്ട്, ആഡ്സുകൾ കണ്ടിട്ട് ഓരോ ഇതിലേക്ക് വിളിച്ച് ചോദിക്കുമ്പോ പറയും എവിടെയാ വീട് എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ പറയും ഞങ്ങള് ഇത്ര ദൂരത്തിന് അടുത്തുള്ള ആളുകളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ അടുത്തുള്ള ആളുകളെയാണ് പ്രിഫർ ചെയ്യുന്നത് പറയാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ് പറയാ, എക്സ്പെൻസ് ഒക്കെ കുറവായിരിക്കും. അല്ലെങ്കിൽ ചില ആഡ്സിലൊക്കെ കാണാറുണ്ട് എന്താണ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് അല്ലെ അവർ കൊടുക്കുന്നു എന്നുള്ളത് ഇല്ലേ? കാണാറില്ലേ? പേപ്പർ ആരും വായിക്കാറില്ല, ജോലിക്ക് നോക്കാറില്ല ആരും? ഓക്കെ, കാണാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, ഫുഡും അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുക്കുമ്പോ എന്താണ്, കമ്പനിക്ക് നഷ്ടമാണ് വരുന്നത് അല്ലെ, കൂടുതലും എക്സ്പെൻസ് ആണ് വരുന്നത്. അപ്പോ കൂടുതലും കമ്പനീസും എങ്ങനെയുള്ള ആളുകളെയാണ് പ്രിഫർ ചെയ്യുന്നത്? കമ്പനീസിന്റെ അടുത്തുള്ള ആളുകളെ, അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് നോക്കിയിട്ട് അവർക്ക് ഏറ്റവും യോജിച്ച ആളുകളെയാണ് കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്, കമ്പനിക്ക് നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഓക്കെ, അപ്പോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് ഇഫക്റ്റീവ്നെസ്. നോക്കാം, the present as well as the future effectiveness of the individual and the organization gets increased due to recruitment. It also assesses the effectiveness of a variety of recruiting method and sources for all type of job applicants. നമ്മള് ഈ എന്താ പറയാ, നമ്മളിപ്പോ പല റിക്രൂട്ടിംഗ് മെത്തേഡും കമ്പനീസിൽ ഫോളോ ചെയ്യുന്നത്, പല എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റിക്രൂട്ടിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലെ, റിക്രൂട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോ നമ്മൾക്ക് ഒരു കാൻഡിഡേറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാൻഡിഡേറ്റിനെ അല്ലെ, നാളെ നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് ഒരു കാൻഡിഡേറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആഡ്സ് കൊടുത്തിട്ട് ആഡുകൾ കണ്ടിട്ട് നമുക്ക് കമ്പനീസിലോട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് വാക്കൻസീസും കാര്യങ്ങളും നോക്കി ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് എന്താണ്, ഇപ്പോ എന്താ പറയാ, അതുപോലെ തന്നെ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോ കറക്റ്റ് ആയിട്ടുള്ളപ്പോ ഒരാഴ്ചക്ക് മുന്നോ അല്ലെങ്കിൽ 2 ആഴ്ചക്ക് മുന്നോ പേപ്പറിലൊക്കെ ആഡുകൾ കൊടുത്ത്
അങ്ങനെ നമ്മള് സമയം നോക്കി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ വേണം ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ നാളേക്ക് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ എംപ്ലോയീസിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോ സെലക്ട് ചെയ്തെടുത്തു എന്ന് വിചാരിച്ചോട്ടെ, സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാല് അത് ലോസോ അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ എന്താ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോ അത് നഷ്ടമാവാം. എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്കില്ലുകൾ ഇല്ലാത്ത ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ. ആണോ? അങ്ങനെ പെട്ടെന്ന് തന്നെ ആളുകളെ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ പല പല മെത്തേഡ്സിലൂടെ അല്ലെ ആളുകളെ സെലക്ട് ചെയ്യാൻ പറ്റും. പല എന്താ പറയാ, ഇപ്പോ സോഷ്യൽ മീഡിയാസ് വഴി, അതുപോലെ തന്നെ എന്താ വെബ്സൈറ്റുകൾ വഴി ഇല്ലേ, കമ്പനീസ് പോർട്ടൽ ഇല്ലേ, ഇപ്പൊ നൗകരി, ലിങ്ക്ഡ്ഇൻ, അതുപോലെ എന്താ ഇൻഡീഡ്, ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇതിലൊക്കെ കേട്ടിട്ടുണ്ടോ? ഇൻഡീഡ്, ഓക്കെ, നൗകരി, ഇതിലൊക്കെ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യാട്ടോ. നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മളെ ഇതിന് യോജിച്ച നമ്മുടെ പ്രൊഫൈലിന് യോജിച്ചതായിട്ടുള്ള എന്താ വേക്കൻസീസ് വരുമ്പോ അവര് നമുക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ പല പല വെബ്സൈറ്റിലൂടെയും കമ്പനീസ് പോർട്ടലിലൂടെയൊക്കെ നമുക്ക് എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ റിഡ്യൂസ് ടേൺ ഓവർ. Once recruited and selected, the recruitment process minimizes the chances that the job applicant will quit the organization in the initial phases of placement. This in turn result the retention of potential employees. ഇപ്പോ ഒരു ഓർഗനൈസേഷൻ ഡിമാൻഡ് ചെയ്യുന്ന സാലറിക്ക് അനുസരിച്ചുള്ള ആളുകളാണെങ്കിൽ അല്ലെ, എക്സാമ്പിൾ പറയാം, എന്താണ് ഓർഗനൈസേഷനിൽ ഇന്റർവ്യൂവിൽ വന്നു, അപ്പോ അവിടെ എന്താണ് അവര് പറഞ്ഞു ഇത്ര സാലറി ഞങ്ങൾ തരുള്ളൂ എന്ന് പറയുമ്പോ എന്താണ് ചില ആളുകൾ സാലറി കേൾക്കുമ്പോ തന്നെ എന്താണ് റിജക്ട് ചെയ്യും അല്ലെ. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യുന്നില്ല അല്ലെ, ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവര് റിജക്ട് ചെയ്തു പോകും. അതുപോലെ തന്നെ ചില ആളുകൾ എന്താണ് എന്തെങ്കിലും ജോലി ആയിക്കോട്ടെ, എനിക്ക് എക്സ്പീരിയൻസ് മതി, എന്തെങ്കിലും സാലറി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വരുന്ന ആളുകളാണെങ്കിൽ ഇപ്പോ കമ്പനിയുടെ സാലറി കേൾക്കുമ്പോ എന്താണ് അവരെന്തെങ്കിലും ഞാൻ ജോയിൻ ചെയ്തോളാം, എന്ത് തരത്തിലുള്ള സാലറി തന്നാലും എനിക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ വിചാരിച്ചു വരുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവിടെ ജോലി ചെയ്യും. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ ഡിമാൻഡ് ചെയ്യുന്ന സാലറിക്ക് അനുസരിച്ചുള്ള ആളുകളെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ചില ആളുകൾ എന്താണ് ചിലപ്പോ ജോയിൻ ചെയ്തു സാലറി കിട്ടുമ്പോൾ എന്താണ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ബുദ്ധിമുട്ടാവും, ഡിസാറ്റിസ്ഫാക്ഷൻ ആവും അല്ലെ, അവരെന്താണ് കൊഴിഞ്ഞു പോവാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പോ നമ്മൾ ആദ്യമേ തന്നെ റിക്രൂട്ട് ചെയ്യുമ്പോൾ സാലറി ഞങ്ങൾ തരുന്ന സാലറി ഇതാണ് എന്ന് പറഞ്ഞിട്ട് റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊഴിഞ്ഞു പോക്കാണ്. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ഡിറ്റർമിനൻസ് present and future requirements, determines present and future requirements, create and increase the applicants pool, increase success rate of selection, meet organizations obligations, increase and evaluate effectiveness, reduce the turnover.
ക്ലിയർ ആയോ? നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. Okay, next ആണ് selection. Concept of selection. Recruitment കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് selection ആണ്. Selection refers to a process in which individuals are selected from the list of job applicants, processing the required knowledge and skills for the job to be performed in an organization. അപ്പൊ എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യാട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. സെലക്ഷൻ refers to a process in which individuals are selected from the list of job applicants, processing the required knowledge and skills for the job to be performed in an organization. ഒരു ഓർഗനൈസേഷന്റെ ജോബ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഓർഗനൈസേഷനിലുള്ള ജോബ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്കില്ലും നോളജും ഉള്ള ആളുകളെ ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് സെലക്ഷൻ. ഇല്ലേ? ഇപ്പോ എത്ര പേര്, ഒരു 10 പേര് ഇന്റർവ്യൂവിന് വന്നു. അതിനകത്ത് എന്താണ് നമ്മൾ ചെയ്തത്? ഒരു 10 പേരെ ഇന്റർവ്യൂ നടത്തി. അതിനകത്ത് കുറച്ചു പേരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള സ്കില്ലുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ? ആ ലിസ്റ്റ് നോക്കിയിട്ട് ആ ലിസ്റ്റിൽ നിന്ന് ക്വാളിറ്റിയുള്ള ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഓർഗനൈസേഷന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സ്കില്ലും നോളജും ഉള്ള ആളുകളെ ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. Selection is a process which includes various phases such as reviewing the applicant in order to check whether they are suitable for the job or not, selecting the right person from the list of applicants and rejecting the rest. പറയുന്നത് എന്താണ്? നമ്മളൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു 10 പേര് വന്നു. അപ്പോ ഇന്റർവ്യൂ ചെയ്തു. കറക്റ്റ് ആയിട്ടുള്ള നോളജും സ്കില്ലും ഉള്ള ഒരു 5 പേര് സെലക്ട് ചെയ്തു അല്ലെ? ബാക്കിയുള്ള 5 പേര് എന്ത് ചെയ്യുന്നുണ്ട്? എന്താ ചെയ്ത് കളയാ? കമ്പനിയിലേക്ക് എടുക്കോ? എന്താ ചെയ്യാ? റിജക്ട് ചെയ്യോ അല്ലെ? അല്ലേ? അതാണ് അവിടെ പറയുന്നത്. കമ്പനിയിലേക്ക് എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ആ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുകയും പിന്നെ മറ്റു പേഴ്സൺസിനെ അല്ലെ, 10 കാൻഡിഡേറ്റ്സ് വന്നാല് 5 കാൻഡിഡേറ്റിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. നല്ല രീതിയിലുള്ള സ്കില്ലും നോളജും അവർക്കുള്ളത് കൊണ്ട്. ബാക്കിയുള്ള 5 പേര് എന്ത് ചെയ്യുന്നുണ്ട്? റിജക്ട് ചെയ്ത് കളയുന്നു. Therefore, the selection can be regarded as a negative process in application, as its main aim to reject as many unsuitable individuals as possible, so as to get right and the appropriate candidate for the organization. ഇനി നമ്മള് ഈ സെലക്ഷൻ പ്രോസസ്സിനെ അല്ലെങ്കിൽ സെലക്ഷനെ നമ്മള് ഒരു നെഗറ്റീവ് പ്രോസസ് എന്നാണ് പറയുന്നത്. കാരണം എന്തായിരിക്കാം? പറയാൻ പറ്റുമോ? സെലക്ഷൻ പ്രോസസ്സിനെ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നതിന്റെ റീസൺ എന്തായിരിക്കാം? എന്തായിരിക്കാം? എന്തായിരിക്കാം നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്? ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താ വായിച്ചേ? നെഗറ്റീവ് in its application to make aim to reject as many unsuitable individuals. എന്താ പറയുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്തു? 10 പേര് വന്നു, 5 പേരെ സെലക്ട് ചെയ്തു, ബാക്കിയുള്ള ആളുകളെ റിജക്ട് ചെയ്തു അല്ലെ? ഓക്കെ, അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെലക്ഷൻ പ്രോസസ്സിനെ ഒരു നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സെലക്ഷൻ എന്താണ് നോക്കിയാണോ കൺസെപ്റ്റ്? ഓക്കെ,
ഇനി നെക്സ്റ്റ് കുറച്ച് ഡെഫിനേഷൻസ് നമ്മൾ റിക്രൂട്ട്മെന്റ് പഠിച്ചപ്പോഴും കുറച്ച് ആളുകളുടെ ഡെഫിനേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ സെലക്ഷനും എന്തുണ്ട്, കുറച്ച് ഡെഫിനേഷൻസ്, കുറച്ച് ആളുകൾ പറഞ്ഞ ഡെഫിനേഷൻസ് പഠിക്കാനുണ്ട്. നമുക്ക് ഒരു 4 എണ്ണമാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അക്കോർഡിംഗ് ടു ഷെമോൺ, ഹണ്ട് ആൻഡ് ഓസ്ബോർൺ. ഓക്കെ, ഇവര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെലക്ഷൻ ഈസ് എ സീരീസ് ഓഫ് എ സ്റ്റെപ്പ് ഫ്രം ഇനീഷ്യൽ അപ്ലിക്കന്റ് സ്ക്രീനിങ് ടു ഫൈനൽ ഹയറിംഗ് ഓഫ് ദ ന്യൂ എംപ്ലോയീസ്. എന്താ പറയുന്നത്? സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ആണ് അല്ലെ. ഒരു എന്താണ് പറയുന്നത്, ഒരു സീരീസ് ആണ്. എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനു മുമ്പ് പറയാം എന്താണ് ഇതിന്റെ അർത്ഥം. ഈ സെലക്ഷൻ ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്പ് ഫ്രം ഇനീഷ്യൽ അപ്ലിക്കന്റ് സ്ക്രീനിങ് ടു ഫൈനൽ ഹയറിംഗ് ഓഫ് ദ ന്യൂ എംപ്ലോയീസ്. എന്താ പറയുന്നത്? അപ്ലിക്കന്റിന്റെ ആദ്യം എന്ത് ചെയ്യുന്നത്? നമ്മളൊരു സ്ക്രീനിങ് നടത്തും. സ്ക്രീനിങ് നടത്തുന്നത് മുതല് അദ്ദേഹത്തെ അതിന്റെ ഫൈനൽ സെലക്ഷൻ വരെ നമ്മൾ സ്ക്രീനിങ് നടത്തി അതിനുശേഷം അന്തിമ നിയമനം വരെയുള്ള ആ ഘട്ടം, അതിന്റെ ഒരു പരമ്പരയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇവര് പറയുന്ന സെലക്ഷൻ ഹണ്ട്, ഓസ്ബോൺ, ഷെമോൺ പറയുന്നത് എങ്ങനെയാണ്? ഈ സെലക്ഷൻ എന്ന് പറയുന്നത് ആ അപ്ലിക്കന്റ് നമ്മുടെ കമ്പനിയിലേക്ക് വന്നു, അപ്ലിക്കന്റ് വന്നു, അവരെ സ്ക്രീനിങ് നടത്തി, അത് മുതല് എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൽ സെലക്ഷൻ അല്ലെ, ഫൈനൽ ഹയറിംഗ് വരെ, സ്ക്രീനിങ് നടത്തുന്നത് മുതൽ ഫൈനൽ ഹയറിംഗ് വരെയുള്ള ആ സീരീസ്, അതിനെയാണ് നമ്മള് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ടെറി നോളൻസ്കി. എന്താ പറയുന്നത്? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ഹയർ ഓർ നോ ഹയർ ഡിസിഷൻ റിഗാർഡിംഗ് ഈച്ച് അപ്ലിക്കന്റ് ഫോർ എ ജോബ്. എന്താ പറയുന്നത്? ഒരു ജോലിക്കായിട്ട് ഓരോ അപേക്ഷകനെയും സംബന്ധിച്ച് സെലക്ഷൻ അല്ലെങ്കിൽ നോ ഹയർ എന്ന തീരുമാനം എടുക്കുന്ന ഒരു പ്രക്രിയ അല്ലെ. അവിടെ ജോലിക്ക് വരുന്ന അല്ലെങ്കിൽ അപ്ലിക്കൻസുകൾ ധാരാളം വരും അല്ലെ. ഒരു കമ്പനിയിലെ വേക്കൻസി ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അപേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചിലപ്പോ സെലക്ട് ആവാം, അല്ലെങ്കിൽ എന്താണ് നോ ഹയർ ചിലപ്പോ സെലക്ട് ആവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ തീരുമാനമെടുക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് സെലക്ഷൻ എന്ന് അദ്ദേഹം പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നുണ്ട് according to Stephen P. Robbins and Mary Coulter. എന്താ പറയുന്നത്? Selection is the process of screening job applications to ensure that the most appropriate candidate for hired, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ജോലി അപേക്ഷകള് പരിശോധിക്കുന്ന പ്രക്രിയ. നമ്മൾ എന്ത് ചെയ്യും? ഓരോ കാൻഡിഡേറ്റ്സ് വരും, അവരെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. നമ്മളെ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ആള് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സുകള് അല്ലെങ്കിൽ എംപ്ലോയീസുകള് നമ്മുടെ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കുന്നുണ്ട്. ആ പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. According to Diary Order, selection is the process by which candidates for employment are divided into two classes: those who will be offered employment and those who will not. എന്താണ് ഡയറി ഓർഡർ പറഞ്ഞിരിക്കുന്നത് സെലക്ഷനെ കുറിച്ച്? ജോലികളിൽ ഉള്ള ഉദ്യോഗാർത്ഥികളെ 2 ക്ലാസ്സുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അതിനെയാണ് സെലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രക്രിയയില് തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നവരും അല്ലാത്തവരും ഉണ്ടാവാം അല്ലെ. 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണ്? ഒന്നല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് അല്ലെ, ജോലി ഓഫർ ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്താ പറയുന്നത്, ജോലി ഓഫർ ചെയ്യാത്തവരും ഉണ്ടാവാം. അങ്ങനെ ഓഫർ ചെയ്തിരിക്കുന്നവരെ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രക്രിയയാണ് സെലക്ഷൻ പ്രോസസ് എന്നാണ് ഈ ഡയറി ഓർഡർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4 ഡെഫിനേഷനും പറയുന്നുണ്ട്.
ഫസ്റ്റ് ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? അപ്ലിക്കന്റിനെ എങ്ങനെ ആദ്യം സ്ക്രീനിങ് നടത്തും, പിന്നീട് ഫൈനൽ ഹയറിംഗ് വരെയുള്ള ആ സീരീസ്, അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? ജോലിക്കായിട്ട് ഓരോ അപേക്ഷകനെയും സംബന്ധിച്ചിടത്തോളം ചിലപ്പോ എന്താണ് സെലക്ട് ചെയ്യാം അല്ലെ, സെലക്ഷൻ ഓർ നോ ഹയർ എന്ന തീരുമാനം എടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ജോലി അപേക്ഷകള് അല്ലെ, ആപ്ലിക്കേഷനുകള്, ജോലി അപേക്ഷകള് പരിശോധിക്കുന്ന പ്രക്രിയ, അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ നാലാമത്തെ ഡെഫിനേഷനിൽ എന്താ പറഞ്ഞത്? ജോലിക്കുള്ള ഉദ്യോഗാർത്ഥികളെ 2 ക്ലാസ്സുകളായിട്ട് തിരിക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ. തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നവരും അല്ലാത്തവരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെലക്ഷന്റെ ആ ഡെഫിനേഷനിൽ പറയുന്നത്. 4 ഡെഫിനേഷനും ഒന്ന് വായിക്കാം, സെലക്ഷൻ കൺസെപ്റ്റും ഒന്ന് വായിച്ചു നോക്കാം. ഡെഫിനിഷൻ ക്ലിയർ ആണോ? ആരുടെ ഡെഫിനിഷനോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓരോ ഡെഫിനിഷനും പഠിക്കണം കേട്ടോ. ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. പല പല ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട് നമ്മള്. റിക്രൂട്ട്മെന്റിന്റെ പഠിക്കുന്നുണ്ട്, സെലക്ഷൻ പഠിക്കും, പിന്നെ വരാൻ പോകുന്ന ടോപ്പിക്കിൽ നമ്മള് ഡെഫിനിഷൻ പഠിക്കണം. നിർബന്ധമായിട്ടും ആരുടേതാണെന്നുള്ളത് ഓർത്ത് വെക്കാം. അറിയാം ചാർട്ടിൽ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഇങ്ങനെ പാരാവാരം പോലെ കൊടുത്തിരിക്കുന്നതാണ്. വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ നമുക്ക് വായിക്കാനായിട്ട് ബോറടിക്കും അല്ലെ. ഓരോ കാര്യങ്ങളും പഠിച്ചു വെക്കാം. ഓരോ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് പോയിന്റുകളും ഓർത്ത് വെക്കാം കേട്ടോ. ഓരോ കാര്യങ്ങളും കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഇതുപോലെ തന്നെ പഠിക്കാൻ നിൽക്കണ്ട. കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കാം, പിന്നെ ഓരോ പോയിന്റും എന്താണെന്നുള്ളത് എന്തായാലും ഓർത്ത് വെക്കണം. കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എന്തൊക്കെയാണെന്നുള്ളത്. സെലക്ഷൻ ആയാൽ നമുക്കറിയാം എന്താണ്, കമ്പനീസിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. ലിസ്റ്റ് നോക്കിയിട്ട് കമ്പനീസിലെ ആളുകളെ എന്താണ് കുറെ ആളുകൾ വരും, അപ്പൊ അതിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ. ലിസ്റ്റ് നോക്കിയിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. സെലക്ഷൻ എന്താണെന്ന് പഠിക്കുക, ഡെഫിനേഷൻ പഠിക്കുക. ഈ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാലോ? ഡെഫിനേഷൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ. നമ്മുടെ സെലക്ഷൻ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻസ്. 4 ആളുകൾ പറഞ്ഞ ഡെഫിനിഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം ആരുടേതാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ.
Importance of selection can be described as follows. First one എന്താണ്? Select suitable candidate. നമുക്കറിയാമോ അല്ലെ? സെലക്ഷൻ പ്രക്രിയയിലൂടെ suitable ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. Selection process aim at choosing the most appropriate candidate to meet all the requirements of the position. എന്താണ്? സെലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മൾ എന്താണ് കാൻഡിഡേറ്റിനെ നമ്മൾ ചൂസ് ചെയ്യും അല്ലെ? എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ആ വേക്കൻസിയിലോട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് ചൂസ് ചെയ്യുന്നത് എന്തിലൂടെ? സെലക്ഷൻ പ്രോസസ്സിലൂടെ. The best candidate can choose only after rejecting all the unfit applicants through the systematic process of selection. നമുക്കറിയാം എന്താണ്? ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും, ബാക്കിയുള്ള അൺഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? വെരിഫൈസ് ദ അപ്ലിക്കൻസ് capabilities. Selection process helps to match job requirements with the applicant through a systematic process of selection. ഇനി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോരോ പ്രോസസ്സിലൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ? അല്ലെ? ഇപ്പൊ ഇന്റർവ്യൂ നടത്തും, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ പറയാ, സ്കൂളില് ഫോർ എക്സാമ്പിൾ പറയാം, സ്കൂളില് ഒരു ടീച്ചറുടെ വാക്കൻസി വന്നു. അപ്പൊ എന്താണ്? കുറെ അധികം B.Ed പാസ്സായി ഇതൊക്കെ കിട്ടി പാസ്സായി നിൽക്കുന്നവർ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും അല്ലെ? ഓക്കെ, അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോ ഒരു 100 കൂടുതൽ അപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? എന്താ ചെയ്യാ? ആദ്യം തന്നെ ഇന്റർവ്യൂ നടത്തോ? ഈ 100 പേരെയും എന്താണ് ഇന്റർവ്യൂ നടത്തില്ല. അവരെന്ത് ചെയ്യും? ആദ്യം പല ടെസ്റ്റുകൾ നടത്തും അല്ലെ? റിട്ടൺ ടെസ്റ്റ് നടത്തും. കേട്ടിട്ടില്ലേ നിങ്ങള്? റിട്ടൺ ടെസ്റ്റ് നടത്തി അതില് ആളുകളെ സെലക്ട് ചെയ്യും. ഒരു 10-25 അല്ലെങ്കിൽ ഒരു 30 പേരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും റിട്ടൺ ടെസ്റ്റ് നടത്തിയിട്ട്. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യും? ഇന്റർവ്യൂവിന് ആളുകളെ വിളിക്കും. ഓക്കെ, ഇന്റർവ്യൂവിനെ വിളിച്ച് ഇന്റർവ്യൂവിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യും. ആ വേക്കൻസിയിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള ടീച്ചിങ് സ്കില്ലുള്ള ആളുകളെ സെലക്ട് ചെയ്തെടുക്കും. അങ്ങനെയാണ് അവര് എന്താണ് സ്കൂളിലേക്ക് ആളുകളെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഓരോ വേക്കൻസീസും കമ്പനിയിലേക്കോ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു വേക്കൻസി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവര് ഇന്റർവ്യൂ നടത്തി ആ പോസ്റ്റിലേക്ക് അവര് കയറ്റില്ല. പിന്നീട് എന്താ ചെയ്യാ? ഓരോരോ പ്രക്രിയയിലൂടെ അല്ലെ? ചിലപ്പോ ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ എന്താണ്? ചിലപ്പോ എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ തരും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക് തന്നിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് പറയും, ഗ്രൂപ്പായിട്ട് ഇരുത്തിയിട്ട്. അതുപോലെ തന്നെ എന്താ പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ എന്താണ് എബിലിറ്റി ടെസ്റ്റ്, അതുപോലെ റീസണിങ്, പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനയേഴ്സ്, അസസ്മെന്റ് ടെസ്റ്റുകൾ, ഇതൊക്കെ നടത്തിയിട്ടാണ് എന്തിലേക്ക് സെലക്ട് ചെയ്യുന്നത്? ആ ജോബിലേക്ക് അവരെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ വെരിഫൈസ് ദ അപ്ലിക്കന്റ് capabilities. അവരുടെ കഴിവുകള് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിലയിരുത്താൻ വേണ്ടിയിട്ട് പല പല പ്രൊസീജിയറിലൂടെയാണ് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുക. നമുക്കറിയണോ അല്ലെ? സ്കില്ലുണ്ടോ, നോളജ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു കമ്പനിയിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോ അത് തരണം ചെയ്യാനായിട്ടുള്ള കഴിവുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മള് എന്താണ് ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ടോപ്പിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള പ്രോസസ്സിലൂടെ ഈ ആപ്ലിക്കൻസിനെ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട്. അപ്പൊ അങ്ങനെ എന്താണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത് പറഞ്ഞത് വെരിഫൈസ് ദ അപ്ലിക്കന്റ് ക്യാപ്പബിലിറ്റി, കഴിവുകൾ വെരിഫൈ ചെയ്യാൻ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാം, പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ് അറ്റ് right job. Selection process helps to choose the right candidate for the right job so that he can contribute his best effort towards the achievements of organization goals by giving standard performance as desired. ഇതിൽ പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്നത് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സെലക്ഷൻ പ്രോസസ്സിലൂടെ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള റൈറ്റ് പൊസിഷനിലേക്ക്, ആ ജോലിയിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെ?
നമ്മള് ഓരോ പ്രക്രിയയിലൂടെയും ഓരോ പ്രോസസ്സിലൂടെയും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. പറഞ്ഞല്ലേ ആളുകളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ നമ്മളിപ്പോ ഇന്റർവ്യൂ നടത്തി പെട്ടെന്ന് തന്നെ ആ പൊസിഷനിലേക്ക് നമ്മൾ കയറ്റുകയില്ല. എന്താണ് ഓരോരോ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് ആ കാൻഡിഡേറ്റ് എന്ത് ചെയ്യാം നമ്മുടെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ സെലക്ഷൻ പ്രക്രിയയിലൂടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കമ്പനി എന്താണ് ഏറ്റവും ആ പൊസിഷനിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ജനറേറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദി കാൻഡിഡേറ്റ്. സെലക്ഷൻ ഓൾസോ ഹാവ് ദ extracting information regarding the candidate with the view to compare him with the evoking information regarding the candidate with the view to compare with the him other candidate in order to reach the correct decisions. ഇവിടെ പറയുന്നത് ഈ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ അവരുടെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേണം സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആളുകളെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്താണ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ എക്സാക്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തെടുക്കാൻ. ഇനി അതുപോലെ തന്നെ അപ്പൊ അങ്ങനെയുള്ള സെലക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി സെർവ് കോസ്റ്റ്. The comparison between the right candidate and the job requirements is very crucial in order to enhance the employee's work performance. Any mismatch in this respect result in high loss of organization. It can be the term of money, time, and any other factors such as the cost of training, cost of operating, etc. With the passage of time, employees may lose interest in the job and even resign. As a result of dissatisfaction, it is possible that the frustrated employees may pass on some negative and misrepresented news pertaining to the organization, which may result in the enormous losses in long run. Hence, continuous observation of the fit between the candidate abilities and the job requirements is necessary for an effective selection procedure. നമ്മള് കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും റൈറ്റ് കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇനി എന്തെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ട് നമ്മള് ഓർഗനൈസേഷനിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ എല്ലാം സെലക്ട് ചെയ്തെങ്കിൽ കമ്പനിക്ക് ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും കാരണത്താൽ അവരെന്തെങ്കിലും ചിലപ്പോ എന്തെങ്കിലും റീസൺസ് കൊണ്ടോ കമ്പനിയിലൊക്കെ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവരെന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിക്കെതിരായിട്ട് കമ്പനി ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പല കാര്യങ്ങളും മറ്റുള്ളവരോട് അല്ലെ മറ്റുള്ളവരോട് പറയാനായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ പ്രചരിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ഇപ്പോ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഇയാളുടെ കയ്യിലാണ് തെറ്റ്, കാൻഡിഡേറ്റിന്റെ കയ്യിലാണ് തെറ്റെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്താക്കും അല്ലെ. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിനെ എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ പരത്തി മറ്റുള്ളവരുടെ ഇടയിൽ കമ്പനിക്ക് ഒരു നഷ്ടം വരുത്താനായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് ആ കാൻഡിഡേറ്റുകൾ സഹായിക്കുന്നുണ്ട് അല്ലെ. കാൻഡിഡേറ്റ് സാധിക്കും. അപ്പൊ എന്താണ് നല്ല രീതിയിലുള്ള നഷ്ടം വരാനായിട്ടാണ് സാധ്യത ഉണ്ടാകുന്നത് കമ്പനിക്ക്. അതുകൊണ്ട് തന്നെ സെലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മൾ എന്തെങ്കിലും എന്താണ് ഇപ്പൊ ക്രിമിനൽ ആയിട്ടുള്ള ആളുകളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നഷ്ടം വരുത്തുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സെലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള സ്വഭാവമുള്ള ആളുകളെ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനെ നഷ്ടം വരുത്തുന്ന ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക്
പറഞ്ഞു ഇന്റർവ്യൂ എടുക്കുന്ന എന്താണ് അതിനുള്ള കോസ്റ്റുകൾ വരുന്നുണ്ട്, ടൈം പോകുന്നുണ്ട്, പല കാര്യങ്ങളും എന്താണ് നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് അല്ലെ. അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങില്, അവർക്ക് കൊടുക്കുന്ന പ്രാക്ടീസില് അല്ലെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ കമ്പനിക്ക് എന്താണ് നഷ്ടമാണ് സംഭവിക്കുന്നത് അല്ലെ. സെലക്ഷൻ പ്രോസസ്സിലൂടെ ഇപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, അതാണ് സേവ് കോസ്റ്റിൽ പറയുന്നത്. ഇനി അപ്പോ കാര്യം മനസ്സിലായോ? സേവ് കോസ്റ്റ് എന്നുള്ളത് കൺസെപ്റ്റ് മനസ്സിലായോ? നമ്മൾ സെലക്ഷൻ പ്രോസസ്സിലൂടെ തിരഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, കമ്പനിക്ക് നഷ്ടമാണ് വരുന്നത്. ഇനി എന്തെങ്കിലും കാരണത്താലെ ആ കാൻഡിഡേറ്റിന് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ ചിലപ്പോ എന്താണ് പിന്നല്ലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നഷ്ടങ്ങൾ വരുത്തുന്ന ആളാവാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മറ്റാളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാവാം. അങ്ങനെ ആളുകളെ സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കമ്പനിക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇനി അതർവൈസ് കമ്പനി എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ പുറത്താക്കും അല്ലെ. പുറത്താക്കുമ്പോ എന്താണ് കമ്പനിക്കെതിരെയാണ് അവര് വാർത്തകൾ പ്രചരിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കാതെ എപ്പോഴും കമ്പനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത്? സെലക്ട് suitable candidates, verifies the applicants capabilities, places right candidate and right job, generate information about candidate, save cost. ഇത്രയും വരെ നമുക്ക് എടുത്ത് നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത്രയും വരെ ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ ആണോ? ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.